കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വേശ്വര എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരെന്നോട് ചോദിക്കുകയെ, അച്ഛാ, ഞാൻ വെള്ളം അടിക്കാനും പോണില്ല, ഒരു തോന്നിയ പോണില്ല, പക്ഷെ എനിക്ക് കരൾ രോഗമാണ്. അത് ഏത് പാവത്തിൻ്റെ ശിക്ഷയാണ്? ഇങ്ങനെയൊക്കെ ആൾക്കാർ വളരെ അടുപ്പമുള്ളവർ ഒക്കെ രോഗങ്ങൾ വരുമ്പോൾ എന്നോട് പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ്.
ഇപ്പം അതിന് വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. കാരണം മദ്യപിക്കാത്തവർക്ക് എന്തുകൊണ്ടാണ് കരൾ രോഗം വരുന്നതെന്ന് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ല. ശരിക്കും നമ്മൾ ഈ വേജ രോഗങ്ങൾ പോലെ തന്നെ നമ്മൾ ചെയ്യാത്ത ചില കുറ്റങ്ങൾ, ചിലർ വന്നിട്ട് എന്നെ പറയാ പോസ്കോ കേസൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നില്ല പോസ്കോ കേസിനെ കുറിച്ച്. പോസ്കോയുടെ ഈ ഇരയുടെ കംപ്ലൈൻറ്റ് മാത്രം പോരാ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വളരെ വ്യക്തമായ തെളിവായിട്ട് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടണം. അല്ലാത്ത പക്ഷം തെളിവുകൾ ഹാജരാക്കാൻ. അപ്പോൾ തെളിവുകൾ ഹാജരാക്കണമെന്നുള്ളത് പണ്ട് നേരത്തെ ഇന്നലെ വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണമാണ് തെളിവുകൾ ഹാജരാക്കണമെന്ന്. അപ്പോൾ ചിലരിങ്ങനെ കള്ളക്കേസിൽ പെടുത്തി, ഇപ്പോൾ അമ്മായി അപ്പനെയൊക്കെ പോസ്കോ കേസിൽ പെടുത്തി കഴിഞ്ഞു. അത് മരുമക്കൾ ചെയ്യേണ്ട പരിപാടിയാണ്. അവർ അങ്ങനെയുള്ളവർ വന്ന് എന്നോട് ചോദിക്കും, ഞാനൊരു തെറ്റ് ചെയ്തില്ല അച്ഛാ, എന്ത് പങ്കപ്പാടാണിതെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാതെ കുറേ ആരോപണങ്ങളും കുറേ പങ്കപ്പാടുകളും ഒക്കെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. ഈ നല്ല വിശ്വാസികളാണെങ്കിൽ ഈശോ എന്താ പറഞ്ഞത്? വ്യാജമായി എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. ആ വചനം എടുത്തേ. മത്തായി 5:11-12. മത്തായി 5:11-12. എന്നെ പ്രതി മനുഷ്യർ വേജ ആരോപണങ്ങള്, വേജമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ഇപ്പം നമ്മൾ ചെയ്യാത്ത ദുശീലങ്ങൾക്ക് നമുക്ക് ദുശീലം ചെയ്ത ആൾക്കാരുടെ രോഗം തന്നെ ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയയും ഇല്ല ഇത് എങ്ങനെ വൃത്തിഞ്ഞായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുകയാറുണ്ട്. അപ്പം എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണവർ ചോദിക്കുന്നവരുണ്ട്. എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? മറ്റുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുക അങ്ങനെയായിട്ട് ആയതുകൊണ്ടാണ്. ഞാനെന്താ ഇങ്ങനെ സ്വയം വിസ്തരിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിന് പരോക്ഷമായി ദൈവത്തെയും വിസ്തരിക്കുന്നവരുണ്ട്. നമുക്കൊരു ആധ്യാത്മിക ജീവിതം ദൈവത്തെ ഒരു വിസ്താരത്തിൽ വികസിപ്പിക്കാൻ പറ്റത്തില്ല. ഈശോ എന്നാ ചെയ്യണത്? ഈ എനർജി കൺവേർട്ട് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞത്. അതാണ് അതിനടുത്ത് 5:11 മത്തായി. എന്നെ പ്രതി അത് ഈശോനെ പ്രതിയാക്കണം. നമ്മളെ പ്രതി വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈശോനെ പ്രതിയാക്കണം. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ ഈ സ്വർഗത്തിലെ പ്രതിഫലം വലുതായിട്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വ്യാജാരോപണങ്ങൾ ഉണ്ടാവും. അതായത് ആദ്യം ഉണ്ടാകണത് വ്യാജാരോപണങ്ങളല്ല. ആദ്യം ഉണ്ടാകണത് നിങ്ങൾ ദൈവത്തിന് വിശ്വാസമായത് കാരണം നിങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കും ദൈവം. ആ പ്രതിഫലം നിശ്ചയിക്കുമ്പോഴായിരിക്കും നമുക്ക് എക്സ്ട്രാ റെമിറ്റൻസ് കൊടുക്കേണ്ടി വരണത്. എക്സ്ട്രാ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തില്ല, അസ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തുള്ളൂ. ഈ അസ്വാഭാവിക സഹനങ്ങൾ വരണത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കുമ്പോഴാണ്. പക്ഷെ അത് നമ്മൾ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയെടുത്താൽ മാത്രമേ അത് കൃപയായി കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രതിഫലത്തിന് റെമിറ്റൻസ് കൊടുത്തിട്ട് അത് നമുക്ക് കർത്താവ് നമുക്ക് നമ്മുടെ പേരിലാകത്തുള്ളൂ. അതെന്താ ചോദിച്ചാൽ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾക്കൊരു ആരോപണം വരുന്നു, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത ശീലത്തിന് നിങ്ങൾക്ക് രോഗം വരുന്നു, ഇതെല്ലാം വ്യാജങ്ങളാണ്. ഇപ്പോൾ വ്യാജമായ എല്ലാത്തരം എന്ന് പറയുമ്പോൾ എന്ത് തരമായാലും വ്യാജമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ
എന്നെ പ്രതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതിയാക്കി കളയണം. നിങ്ങളെ പ്രതി ആകുമ്പോഴാണ് നിങ്ങൾ ക്ഷോഭിക്കണത്. നിങ്ങളെ പ്രതി അല്ലത്. ഇപ്പം കൃപാസനത്തിനെതിരെ 200 പേര് ഒരു ചേട്ടായി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്ത്, ഒരു മന്ത്രി, ജീവിച്ചിരുന്ന മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് കൃപാസനത്തിനെതിരെ അതിലൂടെ ഒരു ആരോപണം ഇട്ട്. അപ്പോൾ അതെല്ലാവരും കയറ്റിപ്പിടിച്ച് അത് വലിയ സമരമായി. ഇവിടെ 200 പേരുടെ ഒരു രാഷ്ട്രീയ സമരം കൊണ്ടായിരുന്നു. ഇത്രയും വലിയ കൃപാസനത്തിന് ചുറ്റും കത്തുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ ആ അഹണ്ട ജവാലും ചെല്ലിക്ക് അവിടെ ഇരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഈ ആരോപണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്യാജമായി എന്തെങ്കിലും വന്നാൽ ഉടനെ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ്. മനസ്സിലായി? അതെപ്പോഴും ഓർത്തേക്കണം മക്കൾ. അല്ല, ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ തെറ്റ്. ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഈ ഭൂമി അങ്ങനെയാണ്. ഈശോയെ പോലും വെറുതെ വിടാഞ്ഞൊരു ഭൂമിയാണെന്ന് ഓർക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം. അത് ഈശോയുടെ പേരുള്ള എല്ലാ വ്യാജ ആരോപണങ്ങളില്ലായിരുന്നോ, അത് ഈശോ നമ്മളെ പ്രതിയാണ് അത് ഏറ്റെടുത്തത്. അപ്പം നമുക്കുണ്ടാകുന്ന വ്യാജ ആരോപണങ്ങൾ ഈശോയെ പ്രതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വർഗത്ത് നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും. ഞാൻ തിരിച്ചു പറയുകയാണ്, നമ്മളുടെ പ്രതിഫലം, വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച് കഴിയുമ്പോഴാണ് നമ്മളോട് എക്സ്ട്രാ എമൗണ്ട് അടക്കാൻ പറയണത്. അതാണ് ഈ വ്യാജാരോപണങ്ങൾ. താങ്ക് യു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്കൊരു നിരാശയും ഉണ്ടായിട്ടില്ല. വിഷമമുണ്ടെങ്കിലും അതൊരു നിരാശയിലേക്ക് പോയിട്ടില്ല. എനിക്ക് പ്രതീക്ഷയാണുള്ളത്. ദൈവം എന്നെ കൈവിടില്ല, അത് നടത്തി തരും. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൽ പ്രാർത്ഥിച്ച് അതിലെഴുതിയിരുന്നു. കാരണം ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷെ അതിൽ സപ്ലിമെൻ്ററികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനത് പ്രത്യേകം എഴുതി. അപ്പോൾ അങ്ങനെ കോഴ്സ് കഴിഞ്ഞു, പാസ്സായില്ല. പക്ഷെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ പ്രാർത്ഥനകളും അതേപോലെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കൊറോണ വന്നു. പിന്നെ അപ്പോൾ ആ സമയത്ത് മകൻ പറഞ്ഞു, അവൻ അവസാനം ഉപേക്ഷിക്കുന്ന തരത്തിലായി. കുറേ എക്സാമുകൾ പാസ്സാവുന്നുണ്ടെങ്കിലും എല്ലാം പാസ്സായിരുന്നില്ല. അവസാനം അവൻ പറഞ്ഞു, ഇനി ഞാൻ എഴുതുന്നില്ല അമ്മേ, ഞാൻ പുറത്ത്. അവൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ 2 വർഷം ഇവിടെ ജോലിക്ക് കയറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലും എക്സാമൊക്കെ എഴുതുന്നതും പാസ്സാവുന്നുണ്ട്, പക്ഷെ എല്ലാം കഴിഞ്ഞിരുന്നില്ല. പിന്നെ അവൻ പറഞ്ഞു അത് ഉപേക്ഷിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് നിനക്ക് അത് ഈശോയോട് പറഞ്ഞല്ല, നടത്തി തരും. അങ്ങനെ ഈശോ എൻ്റെ മകന്, അപ്പം അവന് ദുബായിൽ ജോലി കിട്ടി. അവൻ ദുബായിൽ 1 വർഷം ജോലി ചെയ്തു. അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം വന്ന് അടുത്തടുത്ത് വന്നു. കാരണം വീണ്ടും എക്സാം വിളിച്ചപ്പോഴൊക്കെ. അപ്പോൾ ആ സമയത്ത് വന്നിട്ടും പരീക്ഷ എഴുതിപ്പോയി. അവസാനം ആ മാർച്ചിൽ തന്നെ അവൻ എല്ലാ വിഷയത്തിലും പാസ്സായി, സർട്ടിഫിക്കറ്റ് കിട്ടി. എല്ലാം വളരെ ഭംഗിയായി മാതാവ് ഈശോയുടെ മാതാവ് പറഞ്ഞാൽ ഒരിക്കലും ഈശോ അത് ഉപേക്ഷിക്കില്ല. അപ്പം അതുകൊണ്ട്
ഈശോ അത് നടത്തി തന്നു. പിന്നെ അടുത്തത് എൻ്റെ മകളുടെ വിവാഹമാണ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PhDക്ക് ചേർന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇതൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ 25 വയസ്സിലാണ്, കുറച്ച് നേരം വൈകിയെങ്കിലും 25 വയസ്സിലാണ് ഞങ്ങൾ വിവാഹം ആലോചന തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ വിചാരം എന്താണ്, അവൾ കാണാൻ കുഴപ്പമില്ല, അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും, പഠിക്കാൻ എല്ലാ കാര്യങ്ങളും നന്നായി. പക്ഷേ വിവാഹം ആലോചനയായിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. അങ്ങനെയായിട്ട് വിവാഹം ഇങ്ങനെ എന്താ പറയുക നീണ്ടുകൊണ്ടിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഞാനത് എഴുതിയിരുന്നു. അങ്ങനെ മാതാവ് ഈ പാൻഡമിക് ഇയറിൽ തന്നെ ഒരു ബന്ധുത വരികയും അത് നടത്തി തരികയും ചെയ്തു. അത് സമയമെടുത്തുവെങ്കിലും അത് വളരെ ഭംഗിയായി. ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട്, ഇപ്പോഴും അത് മുഴുവനായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലും മാതാവ് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് അത് വളരെ ഭംഗിയായി മാതാവ് നടത്തി തന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും മാതാവ് ഞങ്ങൾക്ക് ചേർന്ന ആൾക്കാരെ തന്നെ തന്ന് അതിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്തത് എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം അവൾക്ക് ട്വിൻസാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാറ്റഗിസം ടീച്ചറാണ്. അപ്പോൾ ഞാൻ ധ്യാനം കൂടുമ്പോഴാണ് അവൾ വിളിച്ച് പറഞ്ഞത്, അമ്മ ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ട്വിൻസാണ്. അതിലൊരാൾക്ക് 16th വീക്കിൽ സ്കാനിങ്ങിൽ ബ്ലഡ് ഫ്ലോ കട്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിക്കലി അത് IUGR എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പ്രസവം വരെ എത്തുമോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനാണ് അങ്ങനെ, ഒരു കുഞ്ഞ് വളർച്ച കുറയും, പിന്നെ അതിന് എന്തൊക്കെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതകൾ അതൊക്കെ ഡോക്ടേഴ്സ് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കേട്ടപ്പോൾ ആദ്യം എനിക്കൊരു ഭയവും തോന്നിയില്ല അത് കേട്ടപ്പോൾ. കാരണം മാതാവുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം വരെ ചപ്പടാച്ചികളെന്ന് പറയണ പോലെ അങ്ങനെയുള്ള ഒരു തരത്തിലാണ് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തത്. വിഷമം തോന്നിയെങ്കിലും മാതാവ് അതൊക്കെ എല്ലാം വളരെ ഭംഗിയായി തന്നെ നിറവേറ്റും. കുഞ്ഞ് ഏത് തരത്തിലാണ് ജനിക്കാൻ പോകുന്നത് എന്ന് ഒന്നും നമുക്കറിയില്ല. ഞാൻ പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ 8.5 മാസത്തിലെടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 32 ആഴ്ചയിൽ സിസേറിയൻ ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഈ 16th വീക്കിൽ മാത്രമാണ് ഈ ഒരു ഫോൾട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്കാനിങ്ങിലും എവറി 2 വീക്സിൽ ഇങ്ങനെ സ്കാൻ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 5 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ സ്കാൻ, പക്ഷേ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ 32 ആഴ്ച എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ എടുക്കണ്ട, നമുക്കറിയാം കുറവിൽ വരുന്ന കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഡോക്ടർ മനസ്സോടെ 34 വീക്കിലേക്ക് നീട്ടി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞാനും കൂടി അവിടെ പോയി താമസിക്കേണ്ടി വന്നു. അതുകൊണ്ട് അപ്പോൾ വല്ലാത്ത വയറൊക്കെയായി, ട്വിൻസ് ആയതുകൊണ്ട്. പക്ഷേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഗ്രാജുവൽ എല്ലാ ഗ്രോത്തും എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ 34 വീക്കിൽ 34 വീക്കിൽ ചെന്നപ്പോഴും പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി നീട്ടാൻ പറഞ്ഞു. പക്ഷേ ഡോക്ടർ കട്ടായിട്ട് പറഞ്ഞു ഇത് ഇനി പറ്റില്ല, ഞങ്ങൾക്കും കൂടി റിസ്ക്കാണ്, നിങ്ങളുടെ ധൈര്യം മാത്രമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വൈദ്യൻ്റെ ഉപദേശം കൂടി കണക്കിലെടുത്തിട്ട് ഞങ്ങൾ 34 വീക്കിലെടുത്തു. ഒരു കുട്ടി 1,600 ഒരു കുട്ടി 2,100 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ അവരൊക്കെ എല്ലാം വളരെ നോർമലാണ്. എല്ലാ കാര്യങ്ങളും വെയിറ്റ് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിയോനാറ്റൽ ICUലായിരുന്നു കുറച്ച് നാൾ. എങ്കിലും അധികം കൂടുതൽ സമയമൊന്നും 5-6 ദിവസമൊക്കെ കിടന്നിട്ടുള്ളൂ. നന്നായി അവർ ഓക്കെ ആയി. അങ്ങനെ മാതാവ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെയാണ്. പിന്നെ ഇതെല്ലാം നടക്കുന്നത് ഈശോ എന്താ പറയുക, ഞാൻ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതായത് നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ജനനവും
ജനനം മുതൽ മരണം വരെയും ഉയിർപ്പും എല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. ഞാൻ എന്നും ഈശോയുടെ ഒപ്പം ജീവിക്കുകയാണ്. രാവിലെ കുർബാനയിലൂടെ മാലാഖമാർ പ്രകീർത്തനം ചെയ്യുന്നത് മുതൽ നമ്മൾ ഈശോയുടെ ഒപ്പം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതൊരു നമ്മുടെ ഒരു സേഫ് സോണുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരാനായിട്ട് നമുക്ക് കുറേ കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെയാണ് സുഖം. അപ്പോൾ അതല്ല, നമുക്ക് മറ്റു പല ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം നമ്മളെ അതിനെ സജ്ജരാക്കും. അപ്പോൾ ഇങ്ങനെ കുർബാന, അപ്പോൾ ഈ പാൻഡമിക്കിൽ കുർബാന മുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം